ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യവുമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറഞ്ഞതല്ല, ഇന്ന് പറഞ്ഞത് നമുക്ക് രണ്ടാമത്തെ വിശദീകരണമാണ്. ഇന്നലെ പറഞ്ഞത് നമ്മൾ പഠിക്കൽ കൊണ്ടുപോയി കുടമുടയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെ അല്ലെങ്കിൽ സ്വന്തം കാലിൽ മഴുവിടുന്ന രീതിയുണ്ടല്ലോ, അതേപോലെ ഒരു അബദ്ധമാണ്. അബദ്ധം എന്ന് പോലും പറഞ്ഞാൽ പോരാ, ശുദ്ധ വിവരക്കേടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് LDF ആണ്, പ്രത്യേകിച്ച് CPM ആണ്. CPM ഉം LDF ഉം നിശ്ചയിച്ച അജണ്ടയിലൂടെ കടന്നു പോകാൻ മാത്രമേ, അതിന് പ്രതിരോധിക്കാനും മാത്രമേ UDF കഴിഞ്ഞിരുന്നു. കാരണം അവർക്ക് സജീവൻ സാർ, ഈ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, വിവാദ വിഷയങ്ങളിലെല്ലാം UDF പ്രതിരോധത്തിലാകുന്ന ഒരു മേൽക്കൈ പോലും LDF CPM വിശിഷ്യ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും LDF വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാവുന്ന രൂപത്തിൽ അവരുടെ മണ്ഡലമല്ലാഞ്ഞിട്ട് പോലും അവർക്ക് മേൽക്കൈ കിട്ടുന്ന, ഇവിടെ ഇത്തവണ സ്വരാജ് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഇത് പറയുന്നതോട് കൂടിയിട്ട് അതിപ്പം രാജു പി നായർ പറഞ്ഞ പോലത്തെ രീതിയിലല്ല, അതൊരു തന്ത്രപരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം തന്ത്രം അറിയാവുന്ന ഒരാളും ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ അത് കൃത്യമായിട്ട് ചോദിക്കുന്നു, ഇത് അപകടമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും എന്ത് അപകടം എന്ന് സത്യം പറയുമ്പോൾ എന്ത് അപകടം എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. 1977 കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ, ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് കണ്ട ആളുകളാണല്ലോ. അവിടെ ആ സമയത്ത് RSSൻ്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ജനസംഘം പിരിച്ചുവിടുകയും ജനസംഘത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മാറുകയും ചെയ്തു. അവരുമായിട്ട് LDF CPM സഹകരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരു അനിവാര്യമായ കാര്യം കൂടിയായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്നൊരവസ്ഥയിൽ പ്രതിരോധിക്കാൻ ഇങ്ങനെ എല്ലാവരും കൂടി ചേരും. നെഹ്റുവും ഗാന്ധിയും പോലും വളരെ ആദരവോട് കൂടിയിട്ടോ ഒക്കെ കണ്ടിരുന്ന ഒരാളാണല്ലോ ഈ ജയപ്രകാശ് നാരായൺ. അദ്ദേഹം ഈ ബീഹാറിൽ ഈ പട നയിക്കുന്ന സമയത്ത് ABVP ആണ് കൂടെ ഉണ്ടായിരുന്നത്. കാരണം ഈ ഏകാധിപത്യത്തിനെതിരെയുള്ള പട നയിക്കുമ്പോൾ പരമാവധി ആളുകളെ കൂട്ടണമെന്ന് ജയപ്രകാശ് നാരായണന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ ജനസംഘത്തെ കൂടി കൂട്ടിക്കൊണ്ട് ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും. അന്ന് രൂപപ്പെടുന്നത് 6 പാർട്ടികളിലേക്കുമ്പോഴാണ്, അതിൽ ഏറ്റവും ഒടുവിൽ വരുന്നതുമാണ് ജനസംഘം എന്ന് അതൊക്കെ പറയാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ എന്തിനാണ് RSSുമായി ഞങ്ങൾ കൂടിച്ചേർന്നു എന്ന് പറയുന്നത്? അത് സത്യത്തിൽ ഈ തന്ത്രമായിട്ട് ഞാൻ കണക്കാക്കാം. അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്ന നേതാവ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ സ്വയം കൃതാനർത്ഥം എന്ന് പറയില്ലേ, അവനവന് മേൽക്കൈ ഉള്ളൊരു സ്ഥലത്ത്, മേൽക്കൈ കിട്ടിയൊരു സ്ഥലത്ത് അത് കൊണ്ടുപോയി കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു LDF. ഞാനൊരു കാര്യം കൂടി പറയാം, നിലമ്പൂരിൽ LDF പരാജയം ഉണ്ടാവുകയാണെങ്കിൽ, തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.